പ്രിയദർശിനി കലാകായിക വേദി ചാലിങ്കാൽ ഓണവസന്തം 2026 എന്ന പേരിൽ ഈ വർഷത്തെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഉദുമ MLA നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി കലാകായിക വേദി ചാലിങ്കാൽ ഓണവസന്തം 2026 എന്ന പേരിൽ ഈ വർഷത്തെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഓണസദ്യയിൽ നൂറുകണക്കിന് ആളുകളും പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് നടന്ന സമാപന സമ്മേളനം ഉദുമ MLA നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. രാവിലെ വന്ന് പരിപാടിക്ക് ആശംസ തിരിച്ചു പോകാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അത് പറ്റില്ല എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടാണ് വീണ്ടും രണ്ടാമത് പ്രാവശ്യം കൂടി കൊണ്ട് വരേണ്ടി വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഏതായാലും നിങ്ങളുടെ ഈ ആഘോഷം കാണുമ്പോൾ പ്രിയദർശിനി കായിക വേദിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ ശ്രീ അരവിന്ദൻ സൂചിപ്പിച്ച പോലെ ജാതി മത ചിന്തകൾക്ക് അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രിയദർശിനി കായിക വേദിയുടെ നേതൃത്വത്തിൽ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. നമുക്കറിയാം, നമ്മുടെ ഓണത്തിന് സന്ദേശം തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി കുടുംബസമേതം പങ്കെടുത്തുകൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് ചായ കുടിച്ച് പിരിയുകയും ചെയ്യുന്ന ഒരു കൂട്ടായ സന്ദേശം, ഒരുമിച്ച് സന്ദേശം ജനങ്ങൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പുല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ CK അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ദീർഘകാലത്തെ ഹയർ സെക്കൻഡറി അധ്യാപന സേവനത്തിന് ശേഷം വിരമിച്ച P. സുകുമാരൻ മാസ്റ്റർ, സംസ്ഥാന സർക്കാരിന്റെ കർഷക തിലകം അവാർഡ് ജേതാവ് സാവിത്രി മീങ്ങോത്ത്, തുര്യം സംഗീതോത്സവം കീർത്തിമുദ്ര അവാർഡ് നേടിയ വാസുദേവൻ നമ്പീശൻ എന്നിവരെ ആദരിച്ചു. പ്രദേശത്തെ SLC, +2, LSS, USS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി AV, 15ാം വാർഡ് മെമ്പർ ലീലാചന്ദ്രൻ, 9ാം വാർഡ് മെമ്പർ കൃഷ്ണകുമാർ, ഇരിയ വാർഡ് മെമ്പർ രതീഷ് കാട്ടുമാടം, ജവഹർ പുരുഷ സംഘം സെക്രട്ടറി ഗോപി K, കലാകായികവേദി പ്രസിഡന്റ് ചന്ദ്രൻ M, രാജേഷ് K, P. നാരായണൻ എന്നിവർ സംസാരിച്ചു. വനിതകളുടെ കൈകൊട്ടിക്കളി, വടംവലി, മംഗലം കളി എന്നിവയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.